വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും എപ്പിസോഡ് നമ്പർ 400, അതായത് ഇന്നിറങ്ങാൻ പോകുന്ന എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡിൻ്റെ ഫുൾ ലെങ്ത് പ്രോമോ ഒഫീഷ്യലായിട്ട് ഫ്ലവേഴ്സ് പ്രോമോസ് എന്ന ചാനലിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രോമോയിലോട്ട് പോകാം. പ്രോമോവിൻ്റെ തുടക്കത്തിൽ തന്നെ ആദ്യം ഫസ്റ്റ് സീൻ തന്നെ പാർമയുടെ വീട്ടിലെ അടുക്കളയിൽ വെച്ചാണ്. അതിൽ ശിവാനിയും ദേയും ലച്ചുവും കേശുവും പാർക്കുട്ടിയും അടുക്കളയിലുണ്ടാകും. അപ്പോൾ ശിവാനിയും ദേയും പാടെ ഭയങ്കര വഴക്കായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ രണ്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വാക്കുകൾക്കായിരിക്കും. ആ ഒരു ശബ്ദത്തിനിടയ്ക്ക് പെട്ടെന്ന് കേശു ഒരു പ്ലേറ്റ് എടുത്ത് തൻ്റെ തലയ്ക്ക് ആ ഒരു എഫക്റ്റിൽ ഇങ്ങനെ അടിക്കും. 2-3 തവണ അടിക്കും. അപ്പോൾ ഇത് കണ്ടിട്ട് ഇവരെല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് കേശുവിനെ നോക്കിക്കൊണ്ട് നിൽക്കും. അതിൻ്റെ അടുത്ത സീൻ തന്നെ കേശു റൂമിലിരുന്ന് പഠിക്കുന്നത് പോലെയാണ് കാണിക്കുന്നത്. അപ്പോൾ ശിവാനി ദേയെയും ലച്ചുവിനെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്, കേശു പഠിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ബുക്കാണ് എന്ന രീതിക്ക്. അപ്പോൾ തന്നെ പാറുക്കുട്ടി പറയുന്നുണ്ട് ചേട്ടൻ്റെ കിളി പോയി എന്ന രീതിക്ക്. അപ്പോൾ പെട്ടെന്ന് കേശു നോക്കിയിട്ട് ദിയെ കണ്ടിട്ട് കാഷ്വലായിട്ടൊരു ഹായ് പറഞ്ഞിട്ട് ലച്ചുവിനെ നോക്കി പറയുന്നുണ്ട്, ലച്ചു ചേച്ചിയുടെ ഫ്രണ്ടാണോ ഇത് എന്ന രീതിക്ക്. അപ്പോൾ ദിയെ കൺഫ്യൂസ് ആയിട്ട് ഞാനോ എന്ന രീതിക്ക് ചോദിക്കുന്നുണ്ട്. അപ്പം ശിവാനി പറയുന്നുണ്ട് പണി പാളി എന്ന രീതിക്ക്. ഇതിൻ്റെ അടുത്ത സീന് ബാലുവിൻ്റെ മേശയിൽ കേശു പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ശിവാനിയും ലച്ചുവും കേശുവിനെ അവിടെ നിന്ന് പറഞ്ഞേക്കും പൊയ്ക്കോ എന്ന രീതിക്ക്. അപ്പം നീലുവും ഭവാനിയും ഒക്കെ കൺഫ്യൂസ് ആയിട്ട് നീലു പറയുന്നുണ്ട് എൻ്റെ അടുത്ത് 10ാം ക്ലാസ് എന്നാണ് പറയുന്നത് എന്ന രീതിക്ക് കൺഫ്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ പാറുക്കുട്ടി ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്, എന്താണെന്ന് വെച്ചാൽ പാത്രം എടുത്ത് ഒരടിയും കൂടി കൊടുത്താൽ റെഡി ആവുമോ എന്ന രീതിക്ക്. അങ്ങനെ പ്രോമോൻ്റെ അവസാനം കേശുവും ബാലുവും പാടെ രാംകുമാറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ബാലു ദേഷ്യത്തോടെ കേശുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എടാ ദിയെ കാണിച്ചിട്ട് ഇതെൻ്റെ മരുമോളാണെന്നും ഇതാ കൊച്ചിൻ്റെ പപ്പയും അമ്മയും ആണെന്നും നിനക്ക് അറിഞ്ഞുകൂടാ എന്ന രീതിക്ക് ദേഷ്യത്തോടെ കേശുവിനെ നോക്കിയിട്ട് ബാലു പറയുന്നുണ്ട്. അപ്പോൾ കേശു ഒന്നും അറിയാത്ത പോലെ ഇല്ല എനിക്കറിയില്ല എന്ന രീതിക്ക് പറയുന്നുണ്ട്. അപ്പോൾ രാംകുമാർ ബാലുവിന് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്താണെന്ന് വെച്ചാൽ ബാലു കേശു മെമ്മറി ഒരു ഇയർ ബാക്ക് പോയി എന്നാണ് തോന്നുന്നത് എന്ന രീതിക്ക്. അതായത് ഒരു കൊല്ലത്തെ ആ ഓർമ്മകളെല്ലാം മറന്ന് ഒരു കൊല്ലത്തിൽ മുമ്പിലേക്ക് കേശു പോയി എന്ന രീതിക്ക് ബാലുവിനോട് രാംകുമാർ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് കൺഫ്യൂസായിട്ട് ബാലു കേശുവിനെ നോക്കുന്നുണ്ട്. അതോടെ ആ ഒരു പ്രോമോ എൻ്റെ പിന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ഇത് തന്നെയാണ്. അടുക്കളയിൽ വെച്ച് ശിവാനിയും തീയും വഴക്കോടും. അപ്പോൾ ഇത് തർക്കം നിർത്താൻ വേണ്ടി കേശുവിനോട് ശ്രമിച്ചിട്ട് അത് നടക്കത്തില്ല. അപ്പോൾ ദേഷ്യം വന്നിട്ട് അവസാനം പ്ലേറ്റ് എടുത്തിട്ട് സ്വന്തം തലയ്ക്ക് കേശു ഇട്ട് അടിക്കും. ആ ഒരു അടിച്ച ആഘാതത്തിൽ കേശു 1 ഇയർ ബാക്ക് പോയി കളയും. അതായത് മെമ്മറി വൈസ് കേശു 1 ഇയർ ബാക്ക് പോയി കളയും. ശിവാനിൻ്റെ പുസ്തകം എടുത്ത് പഠിക്കലും താൻ 10ാം ക്ലാസ് ആണെന്ന് പറയലും എല്ലാവരുടെ അടുത്തും താൻ 10ാം ക്ലാസ് ആണ് എന്ന രീതിക്ക് പറഞ്ഞിട്ട് നടക്കും. മാത്രമല്ല ഈ 1 ഇയർ നടന്ന യാതൊരു സംഭവം തന്നെ കേശുവിന് ഓർമ്മയുണ്ടാവില്ല. ഈ 1 ഇയറിനിടയ്ക്ക് ദിയ വന്നതും രാംകുമാറും ഹൈമോദിയും ആര് വന്നതും തന്നെ കേശുവിന് ഓർമ്മയുണ്ടാവില്ല. ദിയനെ കണ്ടിട്ട് ലച്ചുവിൻ്റെ ഫ്രണ്ടാണോ എന്ന രീതിക്കാണ് കേശു ചോദിക്കുന്നത്. അങ്ങനെ അവസാനം എങ്ങനെ കേശുവിനെ തിരിച്ച് പഴയതുപോലെ ആക്കി എന്നതായിരിക്കും ഈ ഒരു എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരാൻ പോകുന്നത്. ഇതുവരെ ഉപ്പുമുളകും ചരിത്രത്തിൽ വന്നതിൽ വെച്ച് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കണ്ടൻറ്റാണ്. അതായത് മെമ്മറി വൈസ് ഒരു ബാക്കിലോട്ട് പോകുന്ന പോലെയൊക്കെ ഇതുവരെയും ഇതിന് മുമ്പൊന്നും ഉപ്പുമുളകിൽ വന്നിട്ടില്ല. കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു എപ്പിസോഡ് വന്നിട്ടുണ്ടായിരുന്നു കേശുവിന് ഒരു സൂപ്പർ പവർ കിട്ടുന്നത് പോലെയൊക്കെ, ചെവി കംപ്ലൈൻ്റ് ആയിട്ട് ചെവി പെട്ടെന്ന് ചെറിയ സൗണ്ടൊക്കെ കേൾക്കാൻ തുടങ്ങുന്ന പോലെയൊക്കെ ഒരു സൂപ്പർ പവർ കിട്ടുന്ന പോലെയൊക്കെ ഒരു എപ്പിസോഡ് വന്നിട്ടുണ്ടായിരുന്നു. അതും ഭയങ്കര രസകരമായിരുന്നു. ഇതിപ്പോൾ അടുത്തത് കേശുവിന് ഒരു പ്രശ്നം വരുന്നത് പോലെയാണ് എപ്പിസോഡ് വരുന്നത്. ഏതായാലും ഇപ്പോൾ വരുന്ന കണ്ടൻറ്റുകളൊക്കെ കുറച്ച് ക്വാളിറ്റി കണ്ടൻറ്റ്സ് മാത്രമല്ല കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് അടിപൊളിയായിട്ടുള്ള എപ്പിസോഡാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.